ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ബജ്ജി കഴിക്കാൻ പോകാമെന്ന് വിചാരിച്ചു. ലൈറ്റിങ് ശരിയല്ലല്ലോ. നമുക്ക് റെഡി ആയിട്ടുണ്ട്. എവ്ലീനെ പോയി പിക്കപ്പ് ചെയ്യണം. വേറെ ഫ്രണ്ട്സ് ഇല്ല പോവാനായിട്ട്, അവളേ ഉള്ളൂ. അവളുടെ കൈയും കാലും പിടിച്ചിട്ടാണ് ഇപ്പോൾ പോകുന്നത്. അവൾ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്ന് കിടക്കാം. അതിനെ കുത്തിപ്പൊക്കിയിട്ട് വേണം പോവാൻ. ഓക്കെ, ഹായ് ഗായ്സ്. ഓ മൈ ഗോഡ്, ധാരാ നോക്കൂ. എവ്ലിൻ മറിയണൽസ്. ആ മുഖം ഒന്ന് കാണിക്കുമോ? എന്താ പോണ്ടേ? ഇങ്ങോട്ട് പോണ്ടേ? എങ്ങോട്ട് പോണം? ഇങ്ങോട്ട്. ഞാൻ എൻ്റെ കയ്യിൽ 110 രൂപയുണ്ട്, എന്നിട്ടാണ് സൈലവാൻ കഴിക്കാൻ പോകുന്നത്. മോളെ, എനിക്ക് വേറെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ഞാൻ അവരുടെ കൂടെ പോയാനായിരുന്നു. എൻ്റെ എല്ലാ വ്ളോഗിലും കാരണം എന്തുകൊണ്ട് നല്ല കംഫർട്ട്. വെളുത്ത എന്റെ തേച്ച സത്യം പറ, പൗഡർ മാത്രം ഇട്ടിട്ടുള്ളൂ. സത്യം കിട്ടും. സൺസ്ക്രീൻ കഴിഞ്ഞ് സൺസ്ക്രീൻ വാങ്ങണം. ഒന്ന് റെഡി ആവോ? അവസ്ഥ അവസ്ഥ. ഗെറ്റ് റെഡി വിത്ത് us. എന്നിട്ടിരുന്നേ അറിയില്ല അറിയില്ലട്ടെ. ആക്ച്വലി പണ്ട് വീട്ടിൽ വൈഫൈ ഉണ്ട്. ഞാൻ യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വന്നതാ. എത്ര വെട്ടം ഉണ്ടായിരുന്നു ഞാൻ വന്നപ്പോ? വീഡിയോയിൽ നോക്കിയറിയാം, എനിക്ക് വന്നില്ല. രാത്രിയാണ് കുളിപ്പിച്ച് എണീപ്പിച്ചുകൊണ്ട് പോണെങ്കിൽ എന്തൊരു കഷ്ടപ്പാടാണെന്നറിയോ? എനിക്കല്ലേ. നമ്മളിവിടെ എത്തി. നന്നായിട്ട് കുറച്ചോണ്ടിരുന്നതാ, കണ്ണു എത്തിയെന്ന് തോന്നുന്നു. ഇന്ന് വന്ന് ഹസ്കിയാന്ന് തോന്നുന്നു. നമുക്ക് ഹസ്കിയുടെ വീഡിയോ എടുക്കാം. വീഡിയോ എടുത്തോട്ടെ. ഒന്നുമില്ല, കഴിഞ്ഞു. അല്ല എനിക്ക് ഭയങ്കര സങ്കടമായി ചാലക്കുടി പെരുന്നാൾ തീരുമ്പോ. മീൻസ് പണ്ട് നമ്മുടെ ഒരു ഇതില് ചാലക്കുടി പെരുന്നാൾ തീരാന്ന് പറഞ്ഞാൽ എക്സാംസ് ആയി, അപ്പൊ ഫുള്ളാ ടെൻഷനാ. പക്ഷെ ഇപ്പൊ അതില്ല. എന്നാലും എനിക്ക് പണ്ട് അങ്ങനെ ആയിരുന്നില്ലേ, മോഡൽ എക്സാം ആവും ആ സമയത്ത്. ഇത്ര സത്യമായിട്ടും ഞാൻ എൻ്റെ ഉള്ളിന്ന് തൊട്ട്. എടശ്ശേരി ഹൈപ്പർ മാർക്കറ്റാണ്. അല്ല, ഇവിടെ ഇപ്പൊ വമ്പൻ ഓഫർ ഉണ്ട്. പകുതി വിലയാട്ടെ എല്ലാത്തിനും. യെസ്, പെയ്ഡ് പ്രൊമോഷൻ അല്ല കൂടെ പറ. നല്ല രസമുണ്ടല്ലേ, എല്ലാം നല്ല റോസ് മരം. എല്ലാ ടൈമിലും അവർ ഒരു കളറുണ്ട്. എന്താണ്ട് എനിക്ക് പാവ് ബജി വേണം. പാവ് ബജിയോ? സീരിയസ്ലി ഇഷ്ടം ആണോ? ഈ സാധനം എന്നിട്ടാണ് പടം കൊണ്ട് ഇഷ്ടം. അതറിയോ? ഒരു പേരിപ്പൊരിയും ഒരു പാവ് ബജി, അല്ലെങ്കിൽ പാനിപ്പൊരി മതിയായിരുന്നു. ഒരു പാനിപ്പൊരി. ആ, പാനിപ്പൊരിയും ഒരു വേണ്ട ചോക്ലേറ്റ് ഇഷ്ടം. എനിക്കറിയില്ല. വേണ്ട. എന്ത് ബ്ലൂ വേണ്ട? ഒരു ഇൻട്രോവേർട്ട്, ഒരു എക്സ്ട്രോവേർട്ട്. ഇതൊക്കെ എന്താ എഡിറ്റിംഗ് സ്കില്ലിൽ ഞാൻ എഡിറ്റ് ആക്കി എടുക്കും. ഇത് നമ്മൾ പിടിച്ചിട്ടുണ്ട്. എനിക്ക് ഡൗട്ടുണ്ട്. ഓക്കെ,
ആക്ച്വലി ഇതിവിടെ സ്റ്റാൻഡിങ് കൂടെ പ്രൊവൈഡ് ചെയ്യും. നീ ഒരു സ്റ്റാൻഡ് കൊണ്ടുവരാൻ എൻ്റെ ട്രൈപ്പോഡ് ഞാൻ വീട്ടിൽ വെച്ച് മറന്നു. അതൊക്കെ ഞാൻ വാങ്ങും. നിന്റെ സാധനം വന്നു. വന്ന് കഴിച്ച് വന്നു. ഞാൻ കഴിക്കും, അല്ലെങ്കിൽ ഇപ്പം ഇതാവും. തലയില്ലാത്ത ആൾക്കാർ എനിക്കറിയില്ല. ഇത് ഒറ്റി കുഞ്ഞിന് വിലയാണ് ഒഴിക്കി ഓൾറെഡി ഉണ്ടല്ലോ. എങ്ങനെയുണ്ട്? ആക്ച്വലി മംഗളൂർക്ക് 25 രൂപയുള്ളൂ. ഇവിടെ എത്ര രൂപയാണെന്നറിയോ? 50 രൂപ. പാനിപ്പൂരി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? കൈ കഴുകാത്ത കൈയെടുത്ത് അതിനകത്ത് ഇറക്കി കുഴച്ച് ബാംഗ്ലൂരിൽ പോയിട്ട് അങ്ങനെയായിരിക്കും. പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെയല്ല, ഞങ്ങൾക്ക് ക്ലീനായിട്ട് വേണം. പാനിപ്പൂരി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. നല്ല വ്യൂസ് കിട്ടിറങ്ങി. നല്ല ടേസ്റ്റ് പറഞ്ഞു കഴിച്ചോളൂ. എനിക്ക് എന്നാലും വേണ്ട. എന്നിട്ട് കുഞ്ഞു അറിയണ്ടോ? ശരിയോ? ബജ്ജി കഴിക്കാൻ പോകാന്ന് പറഞ്ഞില്ല. ഞങ്ങളുടെ ബജ്ജി കഴിയാട്ടോ. അവരുടെ പ്രായത്തിൽ ഞങ്ങൾ സൈക്കിളൊക്കെ സ്കൂളിൽ പോകും. അപ്പോൾ അവർക്കൊക്കെ സൈക്കിൾ അല്ല ശരിയാണ്. ഈ പാപ്പാച്ചിന് ഞാൻ എന്ന് വെറുത്തെന്നറിയാം. പൂനെയിൽ പോയപ്പോൾ ഞാൻ ഈ പാപ്പാച്ചിന് വെറുത്തതാണ്. ഇതാരുടെ പറയണേ? എന്നോട് തന്നെയാണോ? ഞാൻ തന്നെയാണ് കാണും. എനിക്ക് വേറെ വീഡിയോ എടുത്തു ഞാൻ നിങ്ങളെ how much I love this. അല്ല ഒരു പേക്കൂടി വേണം. ബൂസ്റ്റ് കഴിഞ്ഞ മുളകും ബൂസ്റ്റ് ഞാൻ ലാസ്റ്റ് ടൈം ആൻ്റെ കൂടെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദൂരത്തിൽ നിന്നറിയോ ഇതന്നെ നിങ്ങൾ വീണ്ടും വാങ്ങി എനിക്ക് വേണ്ട. എൻ്റെ ഓൾറെഡി വയറ് വീട്ടില്ല. വേണ്ട. ഒരു പൂളിയുണ്ട്. ലാസ്റ്റ് ടൈം ഇഷ്ടോ? നല്ല മസാല നല്ല ആവശ്യം അല്ല ഇവിടെ ഞങ്ങൾ വീട്ടിലുണ്ടാക്കാറ്. അത് ടേസ്റ്റില്ല. പാനിപ്പൂരി പക്ഷെ മറ്റേ എന്ത് രസമായിരിക്കും തെരേസ. ഇവളുടെ ബെസ്റ്റിയാണ് തെരേസ. അവൾ കീഴ്പ്പെടുത്താം. അയ്യോ എന്തൊരു സ്പെഷ്യൽ കേട്ടോ. തെരേസ കാണുന്നുണ്ടെങ്കിൽ 4 വർഷമായിട്ട് ഇവളുടെ ബെസ്റ്റ് ചെയ്യായിരുന്നു. എന്നോട് ഓപ്പണായിട്ട് പറയാൻ പറ്റിയിട്ടില്ലെങ്കിലും ഞാൻ പറയാം. കൈ കഴിയിട്ടില്ല ടൈമിൽ കഴിക്കാം. ഞാൻ കുടിച്ചിട്ടുണ്ട്. നമ്മൾ പിന്നെ എവിടെയും തൊട്ടില്ലല്ലോ. സ്കിനെ തൊട്ട് ഞാൻ തൊട്ടില്ല. ഹസ്കല്ലേ പോയി അടിച്ചു പോയി. ഗൈസ് നമ്മുടെ പരിപാടികളൊക്കെ നേരത്തെ സ്കിനെ കൊണ്ട് ആൾക്കാരോട് സംസാരിക്കുന്നത് ഡാൻസ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇനി നമ്മൾ എന്താ വീട്ടിൽ പോകും. അത്രയേ ഉള്ളൂ. ബൈ.